ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി മാംഗോ മൂസ് കേക്കാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 3 ലെയറാണ് ഇതിന് വരുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു കേക്ക് ലെയർ ചെയ്യാനുണ്ട്. വാനില സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല, എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ. പിന്നെ 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി സോക്ക് ചെയ്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. പിന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഓവറായിട്ട് സ്റ്റിഫ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ അതുപോലെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് മാംഗോ പൾപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യാം. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ഡ്രോപ്സ് മാംഗോ എസൻസ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ലെയർ കേക്കാണ്. കേക്ക് ഞാൻ സ്പ്രിംഗ് ഫോം പാനിൽ വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ടിന്നിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. മാംഗോ മിൽക്ക് ചേർത്താണ് ഇത് വെറ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ച് മാംഗോ പൾപ്പും അതുപോലെ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തതാണ് ഇത്, ഈ ഒരു മിക്സ്. ഇതിൻ്റെ മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ച ക്രീം മിക്സ് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് മാംഗോ എസൻസും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു കളറിൽ കിട്ടിയത്. ഇനി ഇത് സെറ്റാവാനായി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റായതിന് ശേഷമാണ് ഇതിൻ്റെ ടോപ്പ് ലെയർ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാൻ വെച്ച് 1/2 കപ്പ് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഡബിൾ ബോയിലൊന്നും ചെയ്തിട്ടില്ല, ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുകയാണ്. ഇത് തന്നെ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് വരും, മെൽട്ടായിട്ട് കിട്ടും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം മിക്സിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. സെക്കൻഡ് ലെയർ നന്നായി സെറ്റായതിന് ശേഷം മാത്രം ഇത് ഒഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടിയിട്ട് മിക്സ് ആയി പോവും. ഇനി ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. 2-3 മണിക്കൂർ കൊണ്ടൊക്കെ ഇത് സെറ്റായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് സെറ്റാക്കാൻ വെച്ചാൽ മതി. ഞാൻ ഇപ്പോൾ സ്പ്രിംഗ് ഫോം പാനിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് തിരക്ക് പിടിച്ചിട്ടായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം അത്ര നീറ്റായിട്ട് കിട്ടിയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ മെല്ലെ ചെയ്താൽ മതി. അപ്പോൾ നല്ല നീറ്റിൽ തന്നെ കിട്ടും. ഈ ഒരു മാംഗോ മൂസ് ഞാൻ കസിൻ സിസ്റ്ററിന് ഒരു സർപ്രൈസ് ട്രീറ്റ് കൊടുത്തതാണ്. അവൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.